ഹലോ 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 ഇന്ന് നമുക്കൊരു ഫ്രൈഡ് റൈസ് ആയാലോ. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയൊരു സാധനമുണ്ട് ഇത്. ഒരുപാട് വെജിറ്റബിൾസ് എടുക്കാം. ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ എന്താണ്, വെളുത്തുള്ളി, സവാള, പച്ചമുളക്, പിന്നെ എരിവിനായിട്ട് കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ഞാൻ ഒരുമിച്ച് പൊടിക്കണ്ട കേട്ടോ. പൊടി എടുത്താലും മതി, എൻ്റെ കയ്യിൽ പൊടി ഇല്ലാത്ത കാരണം ഞാനിപ്പോൾ പൊടിച്ചെടുത്തു. ഒരു പാൻ വെച്ചു, അതിലേക്ക് കുറച്ച് ബട്ടർ ഇടാം കേട്ടോ. ഞാൻ ബട്ടറും ഓയിലും കൂടി ആക്കി മിക്സ് ആക്കിയിട്ടാണ് ആക്കുന്നത്. എൻ്റെ മോന് ഭയങ്കര മടിയാണ് വെജിറ്റബിൾസ് കഴിക്കാൻ. അപ്പോൾ അവന് കഴിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്യാം. ഓയിലും ബട്ടറും മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ആ റോഡ് സ്മെല്ല് പോകുന്ന വരെ നോക്കുക. ഇതിലേക്ക് ഒരു സവാള അതിട്ട് കൊടുത്തു. സവാള ഒന്ന് സോഫ്റ്റ് ആവട്ടെ. പിന്നെ നമുക്ക് ഫസ്റ്റ് ഇടേണ്ടത് ബീൻസാണ്. ബീൻസിനാണ് കുക്കിംഗ് ടൈം കൂടുതലുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബീൻസ് ഇട്ടു. പിന്നെ ക്യാരറ്റ്, ക്യാബേജ്, ക്യാപ്സിക്കം, പിന്നെ എനിക്ക് മറ്റേ സ്പ്രിംഗ് ഓണിയൻ കിട്ടിയില്ല കേട്ടോ. അതും കൂടി ഇട്ടാലാണ് പെർഫെക്റ്റ് ആയിട്ടൊരു ഫ്രൈഡ് റൈസ് ആവുക. ഞാൻ ഇടയ്ക്ക് കുറച്ച് മറ്റേ നമ്മുടെ പെപ്പറില്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെപ്പറിൻ്റെ കൂടെ ഉപ്പും ഉണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഫ്രൈ ആക്കുക. പിന്നെ എരിവിന് വേണ്ടി ഒരു പച്ചമുളക്, മോന് കൊടുക്കാനുള്ള കാരണം ഒറ്റ ഇടുന്നുള്ളൂ കേട്ടോ. പിന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ക്യാരറ്റൊക്കെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, എടുത്ത് കളയും. ഇതാകുമ്പോൾ അങ്ങനെ കഴിച്ചോളും. നല്ലോണം മിക്സ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേഗം വേഗം ഒന്ന് ഇതാക്കിയെടുക്കണം കേട്ടോ, മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം മിക്സാക്കി ഇനി നമുക്ക് ഒരു എഗ്ഗിന് സ്ക്രാമ്പിൾ ചെയ്യാം കേട്ടോ. എഗ്ഗ് നിങ്ങളുടെ ഇഷ്ടംമാതിരി എത്ര വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ എപ്പോഴും ഒരെണ്ണം എടുക്കുന്നുള്ളൂ. പിന്നെ ചിക്കൻ കുക്ക് ചെയ്തിട്ട് അതും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ അവിടെ ഫ്രൈ മാത്രമേ ഇടുന്നുള്ളൂ. നമ്മുടെ ഇഷ്ടം എങ്ങനെയൊക്കെയാണോ, എന്തൊക്കെ കയ്യിൽ അവൈലബിൾ ആണോ അതൊക്കെ ഇട്ടിട്ട് നല്ലോണം സ്ക്രാമ്പിൾ ചെയ്തു. ഇനി അതതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യാം. അപ്പോൾ ആ വെജിറ്റബിൾസിനും ആ എഗ്ഗിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും. പിന്നെ നമുക്കിനി നല്ലോണം മിക്സ് ആക്കുക. പിന്നെ അടുത്ത വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ക്യാരറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ക്യാബേജ് അധികം ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് റൈസിൽ അറിയില്ല റൈസ് ഏതാണ് ക്യാബേജ് ഏതാണെന്ന് നമുക്ക് ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടാവും. കാരണം ക്യാബേജ് അത്ര കുക്കായി പോയിട്ടുണ്ടാവും. കളർ ചേഞ്ച് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാവില്ല. ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ഞാൻ വൺസ് ഇൻ എ വീക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതേമാതിരി ഉണ്ടാക്കി കൊടുക്കട്ടോ. വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടി മാത്രം. വെറുതെ വെജിറ്റബിൾസ് കൊടുത്താൽ എന്ത് ഇതേ കഴിക്കില്ല. അപ്പം മടിയുള്ള ആൾക്കാർക്ക് പറ്റിയൊരു ഐറ്റമാണത്. നല്ലോണം ക്യാബേജും നല്ലോണം മിക്സ് ആക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പെപ്പറും സോൾട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിട്ടു. നല്ലോണം മിക്സ് ആക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എല്ലാം വേഗം വേഗം ചടപടേ ആക്കണം. കാരണം എല്ലാം കട്ട് ചെയ്ത് അടുത്ത് വെച്ചിട്ടുണ്ടാവണം കേട്ടോ. അപ്പോൾ ഓരോന്ന് വേഗം വേഗം സ്പീഡിൽ ആക്കാം. ഇപ്പം നമ്മുടെ ക്യാബേജ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ക്യാബേജിന് ഇത്തിരി വേവ് ഉള്ളൂ. കുക്കിംഗ് ടൈം കുറച്ച് മതി. ബീൻസിനാണ് കൂടുതൽ. റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യണമാതിരി ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ സാധിച്ചില്ല. ഇനി നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ക്യാപ്സിക്കം ഉണ്ട്, അതിട്ട് കൊടുത്തു. നല്ലോണം മിക്സ് ആക്കുക. മിക്സിയിലാണ് കേട്ടോ ഈ ഫ്രൈഡ് റൈസ് ഇരിക്കുന്നത് എന്ന് പറയാം. നല്ലോണം മിക്സ് ആക്കി ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇടുമെന്ന് എനിക്ക് ശരിക്കും അറിയില്ല, പക്ഷെ ഞാനിടും കേട്ടോ. കാരണം എനിക്ക് എല്ലാ കളേഴ്സിൻ്റെ കൂടി റെഡ് കിടക്കുമ്പോഴാണ് ഒരു ഭംഗിയാണല്ലോ. അപ്പം തക്കാളി ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരുപാട് ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും ലാസ്റ്റ് ഇട്ടത്. പെപ്പറും സോൾട്ടും ഇട്ടു. പിന്നെ ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം. അതാണ് ഈ ഐറ്റം, മാഗി ക്യൂബ്. ചിക്കൻ്റെ ഫ്ലേവർ
അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസിനെ കിട്ടുമ്പോൾ നമുക്ക് കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ ചിക്കനെ കുക്ക് ചെയ്തിട്ട് ആ വാട്ടറില്ല, ആ സ്റ്റോക്കിൽ റൈസ് കുക്ക് ചെയ്യും. അപ്പോൾ റൈസിനെല്ലാം ചിക്കൻ്റെ ആ ഫ്ലേവർ കിട്ടുമല്ലോ. എന്നിട്ട് ആ കുക്കാക്കിയ ചിക്കനെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ചിക്കനിലും വെജിറ്റബിൾസും കൂടെ ഒന്നും ബ്ലണ്ട് ആകുമ്പോൾ അതിനൊരു ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇന്ന് എൻ്റെ കയ്യിൽ കുക്ക് ചെയ്യാൻ പറ്റിയ ചിക്കൻ ഉണ്ടായില്ല. ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനായിരുന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് മാഗി ക്യൂബ് ഇടാൻ വിചാരിച്ചു. ഇനി നമുക്ക് ചിക്കനെ ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല മസാല പിടിച്ച ചിക്കൻ കേട്ടോ. ഞാൻ എപ്പോൾ ചിക്കൻ വാങ്ങിച്ചാലും മാഗ്നേറ്റ് ചെയ്യാനുള്ള ഇതിലായിട്ട് വെക്കും ഫ്രീസറിൽ. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണല്ലോ എടുക്കുക. പെട്ടെന്ന് ആവശ്യത്തിന് എടുക്കുമ്പോൾ ഒരു 2-3 ഡേയ്സൊക്കെ ഇരുന്ന് കഴിയുമ്പോഴേക്കും എന്താവും, മസാലയൊക്കെ പിടിച്ച് നല്ല ഇതായിട്ടുണ്ടാവും. നമ്മുടെ റൈസ് ഇവിടെ വെള്ളം തിളച്ച് വരുന്നുണ്ട്. അരി ഇട്ട് കൊടുത്തു, അടച്ച് വയ്ക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി മിക്സിങ് മാത്രമേ ഉള്ളൂ. ചിക്കൻ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ചിക്കനെ മറിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ നല്ല ആയിട്ടുണ്ട് കേട്ടോ, നല്ല കളറായിട്ടുണ്ട്. ആച്ചിയുടെ കബാബ് മസാലയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. അതാണ് നല്ല ഭംഗി കാണാൻ. നമ്മുടെ റൈസ് ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം തുറന്ന് വെക്കാം കേട്ടോ. ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അതിന് റൈസ് കുക്ക് ചെയ്തപ്പോൾ കുറച്ച് സോൾട്ടും ഓയിലും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മിക്സിങ് ആണ്. ഞാൻ ആ പാനിലെ വെജിറ്റബിൾസിനെല്ലാം ഒരു സൈഡിലേക്ക് ഇട്ടു. ഈ ഒരു സൈഡിൽ നമുക്ക് റൈസ് ഇടും, പിന്നെ വെജിറ്റബിൾസ് കുറച്ച് മിക്സ് ചെയ്യും, പിന്നെ റൈസ് ഇടും, മിക്സ് ചെയ്യും. അങ്ങനെ ഉടഞ്ഞു പോവാതിരിക്കാൻ നോക്കുക. മാക്സിമം വുഡൻ്റെ സ്റ്റിക്ക് യൂസ് ചെയ്യാൻ നോക്കട്ടെ മിക്സ് ചെയ്യുമ്പോൾ. പിന്നെ എന്താണ്, അതിങ്ങനെ കുറച്ച് ലെയറായിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ റൈസ് ഇട്ടു, മിക്സ് ചെയ്തു. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ. എനിക്കിതാണ് ഇത്രയോടെ കൂടുതൽ ഈസി ആയിട്ട് തോന്നിയത്. മിക്സ് ചെയ്യാം. പിന്നെ ഇട്ട് കൊടുത്തു. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് സെല്ല ബസ്മതി വൈറ്റാണ് കേട്ടോ എടുത്തത്. സാധാ ഞാൻ ഗോൾഡ് എടുക്കുക, ഈ പ്രാവശ്യം വൈറ്റ് എടുത്തു. ഒരു 20 മിനിറ്റ്സ് ഞാൻ ചോക്ക് ചെയ്ത് വെച്ച റൈസാണ് കേട്ടോ. ഇട്ട് കൊടുത്തു. പിന്നെ ചിക്കനോട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂന്ന് കൊടുക്കാം കേട്ടോ. അവൻ്റെ എക്സ്പ്രഷൻ കാണാം. അപ്പോൾ മണം പിടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ.